ഹലോ. അപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നല്ലൊരു മഴക്കാറുണ്ട്. അപ്പോൾ രാത്രി ചെറുതായിട്ട് മഴ ഉണ്ടായിരുന്നു. ചെറിയൊരു ഇടിയും മിന്നലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലത്തേക്ക് എന്തായാലും മഴ പെയ്യുന്നില്ല, പക്ഷേ ഇങ്ങനെ മൂടി കെട്ടി ഒരു മഞ്ഞ് പിടിച്ച ഒരു ക്ലൈമറ്റാണിന്ന്. അപ്പോൾ നല്ല തണുപ്പുണ്ട് അത് കാരണം. അപ്പോൾ മക്കളെ സ്കൂളിൽ വിട്ടു, അവർ സ്കൂളിലേക്ക് പോയി. അതിനുശേഷം അവരെ സ്കൂൾ ബസ്സിൽ കയറ്റി വിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നതിന് ശേഷം വീഡിയോ എടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കൊരു ഹോം കെയർ വീഡിയോ, അതായത് മോർണിംഗ് ഹോം കെയർ. നമ്മൾ സ്കിൻ കെയറും മറ്റുള്ള മേക്കപ്പ് വീഡിയോസും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഹോം കെയർ വീഡിയോ ചെയ്താലോ എന്ന് വിചാരിച്ചു. അതായത് നമ്മൾ രാവിലെ നമ്മുടെ വീട് ആകെ അലങ്കോലപ്പെട്ട് കിടക്കുന്നുണ്ടാവും. മക്കളൊക്കെ സ്കൂളിൽ പോകും സമയത്തൊക്കെ അവരൊക്കെ അത് എല്ലാം വലിച്ച് വാരിയിട്ടിട്ട് ആകെ അലങ്കോലമായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് അതാണ്. കുട്ടികളൊക്കെ പറഞ്ഞു വിട്ടതിന് ശേഷം വേഗം ആ സ്റ്റെപ്പിലോട്ട് കടക്കണം. ഇല്ലെങ്കിൽ നമ്മൾ കുറച്ച് കഴിഞ്ഞ് ചെയ്യാം, മറ്റുള്ള പണികളൊക്കെ തീർത്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴായിരിക്കും ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുന്നത്. നമ്മൾ നീറ്റായി വെക്കുന്ന ദിവസം ആരും ഉണ്ടാവില്ല. കുറച്ച് മടി പിടിച്ച് എന്തെങ്കിലുമൊക്കെ നമ്മൾ കാട്ടിക്കൂട്ടി ഒന്ന് പണിയൊക്കെ ചെയ്ത് അങ്ങനെ നിൽക്കുന്ന ദിവസമായിരിക്കും ആരെങ്കിലും ആയിട്ട് വരിക. അപ്പോൾ അതുകൊണ്ട് എന്തായാലും രാവിലെ തന്നെ അത് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ എല്ലാ ദിവസവും അങ്ങനെ തന്നെയാണ് ചെയ്യാൻ ശ്രമിക്കാറ്. കുട്ടികൾ പോയ ഉടനെ തന്നെ ഞാൻ വീടൊക്കെ ക്ലീൻ ചെയ്ത് വെക്കും. എന്നിട്ട് മാത്രമാണ് ചില ദിവസം ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കുന്നത്. അപ്പോൾ അങ്ങനെ കണ്ടില്ലേ, ആകെ അലങ്കോലപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേഗം ഇനി ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കാം. ടേബിളിൽ അവർ കഴിച്ച് ഫുഡ് കഴിച്ചിട്ട് അതിൻ്റെ പാത്രങ്ങളും ഒന്നും എടുത്തു വെച്ചിട്ടില്ല. ഫുഡ് കഴിച്ചു, അപ്പോഴത്തേക്കും ബസ് വരേണ്ട സമയമാകുമ്പോഴത്തേക്കും ഓടി അങ്ങ് പോവും. അപ്പോൾ പിന്നെ തിരിച്ച് വന്നിട്ടാണ് ഇതൊക്കെ ഞാൻ വൃത്തിയാക്കി വെക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. കിച്ചണൊക്കെ ആകെ വൃത്തികേടായിട്ടുണ്ട്. ഇവിടെ വലിയ പ്രശ്നമില്ല, ഇവിടെ ഞാനൊന്നും കുക്ക് ചെയ്യാറില്ല. പുറത്തെ കിച്ചണിലാണ് എല്ലാം കുക്കിങ്ങൊക്കെ. അതുകൊണ്ട് ഉള്ളിലെ കിച്ചണിൽ അധികം വൃത്തികേട് ഉണ്ടാവാറില്ല. ഇതേ കണ്ടില്ലേ, പാത്രങ്ങളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, പെൻസിലൊക്കെ ചെത്തിയിട്ട് സോഫേൻ്റെ അവിടെ തന്നെ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. ബുക്കൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്കെടുത്ത് അതിൻ്റെ സ്ഥാനത്ത് ആദ്യം കൊണ്ടുവെക്കാം. അങ്ങനെ ഞാൻ എൻ്റെ പണികൾ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ടി വിൻ്റെ അവിടെയൊക്കെ എപ്പോഴും പൊടി ഉണ്ടാവും. അവിടെ ജനലൊക്കെ തുറന്നിടുന്നത് കാരണം പൊടി ഉള്ളിലോട്ട് കയറാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കും. ആദ്യം തന്നെ സോഫയുടെ അവിടെയും ടി വിൻ്റെ സ്റ്റാൻഡ്, ടി വിയൊക്കെ ആദ്യം തുടക്കും. എന്നിട്ട് മാത്രമാണ് അടിച്ചു വരുന്നത്. അപ്പോൾ അതൊക്കെ ആദ്യം നന്നായിട്ടൊന്ന് തുടച്ച് വെക്കുന്നുണ്ട്. സ്കൂളുള്ള ദിവസം നമ്മൾ എങ്ങനെയാണോ വെക്കുന്നത് അത് അതുപോലെ ഇരിക്കും. സ്കൂളില്ലാത്ത ദിവസമാണെങ്കിൽ പിന്നെ പറയേ വേണ്ട, ഒരു സാധനം വെച്ചെടുത്തുണ്ടാവില്ല. എല്ലാം വലിച്ചു വാരി അങ്ങോട്ട് ഇടും. പിന്നെ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മുടെ ഇടുന്ന വീഡിയോസൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ. സോ പ്ലീസ് എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ സോഫയിലിട്ടിരുന്ന ബുക്കൊക്കെ ഞാൻ അവരെ കുട്ടികളുടെ ഡ്രോവറിൽ തന്നെ കൊണ്ടുവച്ചു. ബുക്ക് കൊണ്ടുവെക്കുന്നിടത്ത് തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സോഫയും ടീപ്പോയും ടി വിയുടെ ഭാഗം അതൊക്കെ ക്ലീനാക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ ഡെയിലി നമ്മൾ അടിച്ചു വരുമ്പോൾ ഇതുപോലെ ഒന്ന് തുണിയൊക്കെ വെച്ചൊന്ന് പൊടിയൊക്കെ ഒന്ന് തട്ടി കൊടുത്താൽ നമുക്ക് ക്ലീനിങ് എളുപ്പമാണ്. അല്ലെങ്കിൽ എല്ലാ ദിവസവും എല്ലാം കൂടെ ഒരു ദിവസത്തേക്ക് വെച്ചാൽ പിന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് പൊടിയൊക്കെ തട്ടി കൊടുക്കുക. അപ്പോൾ വീടും എപ്പോഴും നല്ല വൃത്തിയായിട്ടിരിക്കും. അപ്പോൾ ഹാളിൽ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. ക്ലീനിങ് മീൻസ് പൊടിയൊക്കെ തട്ടിക്കളഞ്ഞു. ഇനി നമുക്ക് ബെഡൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കണം. ഇപ്പോൾ ഇവിടെ വലിയ കുഴപ്പമില്ല, ബെഡൊന്നും അധികം വൃത്തികേടാക്കിയിട്ടില്ല. അപ്പോൾ ചെറുതായിട്ടൊന്ന്
അങ്ങോട്ടും ഇങ്ങോട്ടും ബെഡ് ഷീറ്റൊക്കെ ഒന്ന് നീങ്ങിയിട്ടേ ഉള്ളൂ, അതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ രാത്രി ബെഡ്ഷീറ്റ് മാറ്റിയതാണ്, അതുകൊണ്ട് തന്നെ വൃത്തികേടൊന്നുമില്ല, പുതിയ ബെഡ്ഷീറ്റാണ്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് വൃത്തിയിൽ നല്ല നീറ്റായിട്ട് ബെഡിൻ്റെ അടിയിലോട്ട് നല്ല വൃത്തിയിൽ ടൈറ്റാക്കി വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ബെഡ്ഷീറ്റ് അങ്ങനെ കിടക്കുമ്പോഴൊന്നും അധികം അങ്ങ് നീങ്ങിപ്പോവില്ല. അപ്പോൾ നല്ല വൃത്തിയിൽ അങ്ങ് ഇരുന്നോളും. അപ്പോൾ ഒരു റൂം ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി അടുത്ത റൂം ക്ലീൻ ചെയ്യാൻ നമുക്ക്. അപ്പോൾ ഇവിടെയാണ് കൂടുതലും ഇങ്ങനെ വൃത്തികേടായി കിടക്കുന്നത്, ബെഡിലൊക്കെ വലിച്ചിട്ടിട്ട്. അപ്പോൾ ബെഡൊക്കെ നന്നായിട്ട്, ഇവിടെയും ഞാൻ ഇന്നലെ രാത്രിയാണ് ബെഡ്ഷീറ്റ് മാറ്റിയത്, പുതിയ ബെഡ്ഷീറ്റ് വിരിച്ചതാണ്. അപ്പോൾ പൊടികളൊക്കെ ഒന്ന് തട്ടിയൊന്ന് കൊടുത്തിട്ട് നമുക്ക് നല്ല വൃത്തിയിൽ ബെഡിൻ്റെ അടിയിലോട്ട് ഷീറ്റ് നന്നായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിച്ച് നല്ല ടൈറ്റാക്കിയിട്ട് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ബെഡ്ഷീറ്റിൻ്റെ 4 ബെഡ്ഷീറ്റിൻ്റെ 4 സൈഡിലും അറ്റം ഒന്ന് കെട്ടിക്കൊടുത്തിട്ട് നമ്മൾ ബെഡിൻ്റെ അടിയിലോട്ട് നന്നായിട്ട് ടൈറ്റാക്കി വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ബെഡ്ഷീറ്റ് നീങ്ങാതെ നല്ല വൃത്തിയിലിരുന്നോളൂ. ഡ്രസ്സിങ് ടേബിളിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ ഓരോ സാധനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ആദ്യം വൃത്തിയാക്കി കൊടുക്കാം. റൂമും ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ബെഡൊക്കെ നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഡൈനിങ് ടേബിളാണ് നമ്മൾ ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ അവിടെയുള്ള പാത്രങ്ങളൊക്കെ ആദ്യം എടുത്ത് മാറ്റാം. അപ്പോൾ അതൊക്കെ മാറ്റിയതിന് ശേഷം നല്ല വൃത്തിയുള്ള തുണി കൊണ്ട് തുടച്ച് ക്ലീൻ ആക്കിയേക്കണം.
അപ്പോൾ ടേബിളൊക്കെ വൃത്തിയാക്കി. ഇനി അടുത്തത് വാഷ് ബേസിനാണ് വൃത്തിയാക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ നല്ല വൃത്തിയായിട്ട് ബ്രഷിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെക്കും. അങ്ങനെ ആയ ഒരു ഏരിയ മുഴുവൻ ക്ലീനാക്കി വെച്ചു. ഇനി നമുക്ക് കിച്ചണാണ് വൃത്തിയാക്കി വെക്കേണ്ടത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് കിച്ചൺ. അപ്പോൾ ഇവിടെ ഞാൻ കുക്കിങ്ങൊന്നും ചെയ്യാറില്ല, അതുകൊണ്ട് അധികം വൃത്തികേടൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ ടേബിളൊക്കെ ഒന്ന് ദിവസവും തുടച്ച് വെക്കും, അല്ലെങ്കിൽ പൊടി ഉണ്ടാവും. അപ്പോൾ എല്ലാ ദിവസവും തുടച്ച് വെച്ചാൽ നല്ല വൃത്തിയിലങ്ങ് ഇരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് തുടച്ച് വെക്കുന്നുണ്ട്. ഇവിടെ അത്രയേ ഉള്ളൂ പണി. ഇത് ഞാൻ കിച്ചണിൽ ഓവൻ്റെ മേലെ വെച്ചിരിക്കുന്നൊരു ചെടിയാണ്. അപ്പോൾ ഇതിന് 2 ദിവസം കൂടുമ്പോഴൊക്കെ വെള്ളമൊഴിച്ച് കൊടുക്കും. പിന്നെ ആഴ്ചയിൽ 2 ദിവസം പുറത്ത് വെയിലത്ത് കൊണ്ട് വെക്കും. അപ്പോൾ ഇന്നലെ ഞാൻ വെള്ളം ഒഴിച്ചതാണ്. അങ്ങനെ പകുതി പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടിച്ചു വാരണം. അപ്പോൾ ഞാൻ എല്ലാം അടിച്ചു വാരുകയാണ് റൂമൊക്കെ. അപ്പോൾ എന്നിട്ട് വേണം നമുക്ക് കിച്ചണിലോട്ട് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാൻ പോകാൻ. പാത്രങ്ങൾ രാവിലെ കഴിച്ച പാത്രങ്ങൾ മാത്രമേ ഉള്ളൂ കഴുകാനായിട്ട്. അങ്ങനെ ഒരുപാട് പാത്രങ്ങളൊന്നുമില്ല. അപ്പോൾ തലേ ദിവസത്തെ പാത്രങ്ങളൊക്കെ രാത്രി തന്നെ ഞാനെല്ലാം കഴുകി വെക്കാറുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ രാവിലെ നമ്മൾ കുട്ടികളൊക്കെ ഭക്ഷണം കഴിച്ച പാത്രങ്ങളും ഇതൊക്കെയാണ് കഴുകാനുള്ളത്. അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് അവിടെ സ്റ്റൗവിൻ്റെ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ അതൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി കൊടുക്കാം.
അങ്ങനെ നമ്മൾ ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞു. കിച്ചൺ ടേബിളൊക്കെ നല്ല ക്ലീനാക്കി വെച്ചു. അപ്പോൾ നമ്മളെ മെയിൻ പരിപാടി, ഒരു ദിവസത്തെ മെയിൻ ജോലി അതങ്ങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നമുക്കൊന്ന് കാണാം ക്ലീൻ ചെയ്തത് എങ്ങനെയുണ്ട് നോക്കാം നമുക്ക്. പുറത്ത് വെയിലത്ത് വെക്കാറുണ്ട്. 2 ദിവസം കൂടുമ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കും. അപ്പോൾ പുറത്ത് കൊണ്ട് വെക്കുമ്പോഴേ അതിന് ശരിക്കും ഒരു ആ ലീഫിനൊക്കെ നല്ല കളറ് കിട്ടുള്ളൂ. അപ്പോൾ അകത്ത് നമ്മൾ ഇൻഡോർ പ്ലാന്റ്സ് ഇങ്ങനെ വെക്കുമ്പോൾ ആഴ്ചയിൽ 2 ദിവസം പുറത്ത് നല്ല സൺലൈറ്റിൽ കുറച്ച് നേരം വെച്ച് കൊടുക്കണം. അങ്ങനെ ഇന്നത്തെ എൻ്റെ ജോലികളൊക്കെ ഏകദേശം കഴിഞ്ഞു. ഫുഡൊക്കെ ആയിട്ടുണ്ട്. രാവിലെ കുട്ടികൾക്ക് കൊണ്ടുപോകേണ്ടതുകൊണ്ട് ഫുഡൊക്കെ നേരത്തെ ആയി. അപ്പോൾ ഏകദേശം ഇപ്പോൾ സമയം 11:10 അപ്പോഴത്തേക്കും എല്ലാ ജോലികളും ഇന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇന്നലെ മാറിയ ബെഡ്ഷീറ്റ് അതൊന്ന് അലക്കാനായിട്ട് മെഷീനിലോട്ട് ഇടണം. അത് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ അതവിടെ ഇട്ടിട്ടുണ്ട്. അത് അവിടെ നിന്ന് ചെയ്തോളും. അപ്പോൾ ഇന്നത്തെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞു. വീടൊക്കെ നല്ല ക്ലീൻ ചെയ്ത് വെച്ചു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ? അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനിയും പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.